കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 3 വരെ നിളാതീരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തെ നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങി ബൃഹത്തായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അമൃതാനന്ദമയി മുഖ്യ രക്ഷാധികാരിയായ സ്ഥിരം സമിതിയുടെ കീഴിലുള്ള സംഘാടക സമിതിയാണ് ത്രിമൂർത്തി സ്നാനഘട്ടത്തിലെ മാഘമക മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ജനുവരി 23-ന് ആരംഭിച്ച രഥയാത്ര ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിലെ ശൃംഗേരി ശങ്കരപീഠത്തിൽ നടന്ന പ്രത്യേക പൂജയും കഴിഞ്ഞ് 25-ന് എടപ്പാളിലെത്തും. തുടർന്ന് വാദ്യഘോഷങ്ങളോടെ രഥയാത്രയ്ക്ക് വൻ സ്വീകരണമൊരുക്കും. രഥയാത്ര വൈകിട്ടോടെ യാഗഭൂമിയിലെത്തുമ്പോൾ കൊടിയേറ്റത്തോടെ യജ്ഞഭൂവിൽ ഉത്സവത്തിന് തുടക്കമാവും. അന്നു മുതൽ വിവിധ യജ്ഞങ്ങൾക്കും ഇവിടെ തുടക്കം കുറിക്കും. തവനൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞവേദിയിലും ബ്രഹ്മശിവ ക്ഷേത്രാങ്കണങ്ങളിലുമായാണ് ആഘോഷ ചടങ്ങുകൾ നടക്കുക. ശ്രീചക്രയാഗം, വൈചാരിക സദസ്, വേദപാരായണം, പ്രഗത്ഭ ആചാര്യന്മാരുടെയും പൂജനീയ സന്യാസി വര്യന്മാരുടെയും പണ്ഡിത ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ പൂജകളും യാഗങ്ങളും, അഘോര ഭൈരവ ശ്രീചക്രയാഗങ്ങളും, വിവിധ അഖാഡകളുടെ നേതൃത്വത്തിലുള്ള ഉത്സവ ദിനങ്ങളും നില ആരതിയും എല്ലാം അടങ്ങുന്നതാണ് ഈ വർഷത്തെ മഹോത്സവത്തിന്റെ പ്രധാന കാര്യക്രമങ്ങളെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബദ്രികാശ്രമം അഥവാ ജ്യോതിർമഠത്തിന്റെ പീഠാധീശരായിട്ടുള്ള അഭിമുക്തേശ്വരാനന്ദ സരസ്വതി പ്രയാഗ് കുംഭമേളയിൽ പരസ്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ കുംഭമേളയിൽ അദ്ദേഹത്തിന്റെ ശിബിരം ഉണ്ടാകും. എന്നുവെച്ചാൽ എല്ലാ ആൾക്കാർക്കും, എല്ലാ സന്യാസിമാർക്കും, വേണമെങ്കിൽ എല്ലാ ഗൃഹസ്ഥികൾക്കും. ഇപ്പൊ പ്രയാഗിലെ കുംഭമേള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മാഹമേള എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥികളുടേതാണ്. അവിടെ സന്യാസിമാർക്കൊന്നും അധികം പ്രാമുഖ്യമില്ല. അത് എല്ലാ ഭക്തന്മാർക്കും വന്ന് ഒരു മാസ കാലഘട്ടത്തിൽ അവിടെ വന്ന് പൂജിച്ച് കുടില് കെട്ടി പൂജിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഇതാണ് മാഹമേള എന്ന് പറയുന്ന ഒരു ആരാധനാ ക്രമം വരുന്നത്. അപ്പോ ഈ 12 വർഷത്തിൽ ഒരിക്കൽ വരുന്ന നമ്മുടെ പൂജ്യസ്വാമിനി 2016 തൊട്ടിട്ട് അവർ ആരംഭിച്ചിരിക്കുന്നുണ്ട്. 2028 ആകുമ്പോൾ അതൊരു മഹാകുംഭമേളയായിട്ട് മാറും. അത് നമ്മുടെ പൂജ്യ ആനന്ദവനം സ്വാമി മഹമാന്തരീശ്വർ പറഞ്ഞു കഴിഞ്ഞു. 2028 അതൊരു പൂർണ്ണ കുംഭമേളയായിട്ട് തുടങ്ങി അത് വിപുലീകരിക്കാൻ പറ്റും. ഇപ്പൊ ഇതെന്ന് വെച്ചാല് നമ്മളിപ്പോ പറയാ ഒരു ചെറിയ തൃശ്ശൂർ പൂരത്തിനുള്ള ആളെ അത്രയൊക്കെ ഒരു ഇതിലേക്ക് നമ്മൾ വികസിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ത്രിമൂർത്തി സംഗമ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ കൺവീനർ സ്വാമിനി അതുല്യാമൃത പ്രാണ, സഭാപതി സ്വാമി സംവിധാനന്ദ, KG വേണുഗോപാൽ, ബിജു പ്രദീപ് മേലാറ്റൂർ, ശ്യാം K വാര്യർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം.